കർത്താവ് തന്റെ ജനത്തെ വിളിക്കുകയാണ്. നിങ്ങൾ മടങ്ങി വരിക, റിട്ടേൺ ടു മീ, നിങ്ങൾ എന്നിലേക്ക് വരിക. നമ്മൾ എപ്രകാരമാണ് കർത്താവിലേക്ക് വരേണ്ടത്? നെടുവീർപ്പോടെ, ആത്മവേദനയോടെ, നശിക്കുന്ന ആത്മാക്കളുടെ ആ ഹൃദയവേദനയോടെ, തകരുന്ന കുടുംബങ്ങള്, ശുഷ്കിച്ചു പോകുന്ന ആത്മീയ കൂട്ടായ്മകള്, ദൈവ സാന്നിധ്യം മങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശുശ്രൂഷകള്, നമ്മുടെ സമൂഹങ്ങള്, ഇതിനെല്ലാം ഓർത്ത് നീ കണ്ണുനീരോടെ, നെടുവീർപ്പോടെ, ഉപവാസത്തോടെ, വിലാപത്തോടെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരണം. ഉപവസിച്ച് ദൈവജനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കർത്താവിങ്കിലേക്ക് തിരിയേണ്ട ദിനങ്ങളാണ് സഹോദരങ്ങളെ. ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യത നല്ലതുപോലെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിശുദ്ധ പ്രവാചകരുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഇസ്രായേൽ ജനം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു മോശ. മോശയുടെ പ്രവാചക ശുശ്രൂഷ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് 2 പ്രാവശ്യം 40 days 40 ദിനരാത്രങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ മോശ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥനയിലായിരുന്നു. ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുവാൻ, താൻ പോകേണ്ട വഴി തനിക്ക് കൃത്യമാകുവാൻ, ദൈവജനത്തിനിടയിൽ തന്നെ എപ്രകാരം ദൈവ ശുശ്രൂഷ ചെയ്യണം, തൻ്റെ പ്രവാചക ശുശ്രൂഷ എപ്രകാരം ആയിരിക്കണമെന്നുള്ള കർത്താവിൻ്റെ മനസ്സറിയുവാൻ 40 ദിനരാത്രങ്ങൾ 2 പ്രാവശ്യം മോശ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മാതൃകയിൽ നീ പ്രവാചക ശുശ്രൂഷ ചെയ്യണം. ഐ വിൽ ഷോ യു, ഞാൻ കാണിച്ചു തരാം നീ പോകേണ്ട വഴി, നീ ചെയ്യേണ്ട കാര്യങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമായൊരു ആത്മ നടത്തിപ്പാണ് മോശ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഓരോ പ്രവാചകന്റെ ജീവിതത്തിലോട്ട് വിവരിക്കുക. നമുക്കറിയാം, ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു എസ്രാ. ദൈവജനത്തിൻ്റെ നന്മയ്ക്കും സംരക്ഷണത്തിനുമായി അവാഹ നദീതീരത്ത് 3 ദിനക്കാലം താൻ ഉപവാസം പ്രഖ്യാപിച്ചു. ജനം മുഴുവൻ പ്രാർത്ഥനയിൽ ഉപവാസത്തിലുമായി. 4 മാസം നീണ്ടു നിന്ന ജെറുസലേമിലേക്കുള്ള ദൈവജനത്തിൻ്റെ യാത്രയിൽ അപകടങ്ങളും ആപത്തുകളും പലവിധ പകർച്ചവ്യാധികളും മഹാമാരികളും പലവിധത്തിലുള്ള പ്രതിസന്ധികൾ, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം ജനം രക്ഷപ്പെടുവാൻ 3 ദിനരാത്രങ്ങൾ എസ്രയും ദൈവജനം മുഴുവൻ ഒന്നിച്ച് ഉപവസിച്ചു. നെഹേമിയ തൻ്റെ ആ മിഷൻ ക്ലാരിറ്റി കിട്ടാൻ ദൈവജനത്തിന് വേണ്ടി തന്നെ പ്രകാരം ശുശ്രൂഷ ചെയ്യണം, താൻ ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എത്രയോ പ്രവാചകരുടെ ജീവിതം നമുക്ക് കാണാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെ, എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും, ജെറമിയ പ്രവാചകൻ എന്ന് വേണ്ട, വിശുദ്ധ പ്രവാചകരെല്ലാം ഒരുപാട് ഉപവസിച്ചവരായിരുന്നു.